ഓക്കെ, നമുക്ക് ലാസ്റ്റ് വീക്കിൻ്റെ മാർക്കറ്റ് റിവ്യൂ നോക്കാം. ലാസ്റ്റ് വീക്ക് എങ്ങനെയാണ് പ്രൈസ് പ്ലേ ചെയ്തെന്നുള്ളത്. സോ ഇതിന് മുന്നേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ കുറച്ച് ഏരിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇത് കാണുവാണെങ്കിൽ കുറേയും കൂടെ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഒരു അന്ന് പറഞ്ഞ മെയിൻ കീ ലെവൽസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെലിവറി ലെവൽസ് ഒക്കെ ഞാൻ മെയിനായിട്ട് ഇതിനകത്തും എക്സ്പോസ് ചെയ്ത് പറയുന്നുണ്ട്. സോ ജസ്റ്റ് വാച്ച് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇത് ചിലപ്പം കുറച്ച് ലെന്ത് ഉള്ള വീഡിയോ ആയിരിക്കും, ബിക്കോസ് ഓരോ വീക്കും ഓരോ ഡേയും എന്താണ് പ്ലേ ചെയ്തത്, ഹയർ ടൈം ഫ്രെയിമിൽ എന്തായിരുന്നു, ലോവർ ടൈം ഫ്രെയിമിൽ ഫ്രാക്ടൽ എങ്ങനെയാണ്, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ DXYയും ഞാൻ നോക്കുന്നുണ്ട്. സോ എങ്ങനെ പോയാലും വീഡിയോയ്ക്ക് ലെന്ത് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇരുന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വീഡിയോ കാണണ്ട. ഒരു ഹാഫ് നോളജ് ഭയങ്കര ഡേഞ്ചറാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിവേ സ്റ്റാർട്ട്. ഞാൻ നിൽക്കുന്നത് 1 hour ടൈം ഫ്രെയിമിലാണ്. ഞാനിവിടെ ഈ വീക്ക് ഒന്നും ചെയ്തിട്ടില്ല. ലിറ്ററലി നിങ്ങൾക്ക് കാണാനാണെങ്കിൽ ജസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് ഓരോ ഡേയും ഞാൻ സെഗ്രിഗേറ്റ് ചെയ്തിട്ടേക്കാണ്. ഇതിനെല്ലാം മുന്നേ ഞാൻ പോകുന്നതെന്ന് പറയുന്നത് ഡെയിലി ക്യാൻഡിലേക്കാണ്. ഡെയിലിയിൽ എന്താണ് പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലിയിൽ എന്താണ് പ്രൈസ് പ്ലേ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവിടെ ക്ലീൻ ഡെലിവറിയാണ്. ഇത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് എങ്ങനെയാണ് ഇവിടെ റിയാക്ഷൻ തരുന്നതെന്ന് നോക്കണം എന്നുള്ളത്. അതായത് നമുക്ക് ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൈസ് ഈ ഒരു റീട്രേസ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ലാസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ പ്രൈസ് വന്നു, ഈ ലോ പ്രൈസ് സ്വീപ്പ് ചെയ്തു, ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു, ഇവിടുന്ന് ഒരു ബുള്ളിഷ് മൂവ്, ഇതൊരു HRL ആണ്. HRLന്റെ റീപ്രൈസ് ക്ലീൻ ആയിരുന്നു. അവിടെ നിന്ന് എഗൈൻ ബെയറിഷ് വന്നു. നമുക്ക് ഈ ഒരു ഓൾ മൂവ് LRL ആണ്. സോ അതിന്റെ റീട്രേസ്മെന്റിലാണ് പ്രൈസ് നിൽക്കുന്നത്. സോ ഇതൊരു മെയിൻ കീ ലെവലാണ്, അതായത് ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്വിംഗ്. സോ എനിക്ക് ഡെയിലി ക്യാൻഡിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നത് കാണണ്ടായിരുന്നു ഈ വീക്ക്. സോ ഇത് പ്രൈസ് നല്ല രീതിയിൽ ഇവിടുന്ന് ഒരു റീട്രേസ്മെന്റ് കിട്ടണം. റീട്രേസ്മെന്റ് ടു എനി PDRA ഓർ എനി സോർട്ട് ഓഫ് ഗ്യാപ്പ് ഓർ ഹൈ ഓർ ലോ എന്നുള്ളതാണ് കൺസിഡറേഷൻ. അപ്പം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അപ്പൊ ഈ ഒരു ഏരിയയിൽ പറയുകയാണെങ്കിൽ എൻ്റെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഇതാണ് ഇന്റേണൽ ആയിട്ട് കിടക്കുന്നത് ഈ ഓർഡർ ബ്ലോക്ക് ആണ്. സോ ഞാൻ ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒന്നെങ്കിൽ ഒരു റീട്രേസ്മെന്റിൽ പ്രൈസ് എന്ത് ചെയ്യണം, ഈ ഒരു ഓർഡർ ബ്ലോക്ക് സ്വീപ്പ് ചെയ്യണം. സ്വീപ്പ് ചെയ്യാൻ മീൻസ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൈസ് ആൻഡ് കണ്ടിന്യൂസ് റൺ ടു ലോ, ബ്രേക്കിംഗ് ദിസ് ലോ. പക്ഷേ ഈ ലോ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ലോ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് റീട്രേസ്മെന്റ് പിന്നെയും പ്രൈസ് ബുള്ളിഷ് പോകുക എന്നുള്ളതാണ് കൺസിഡർ ചെയ്തത്. ബിക്കോസ് ഇതൊരു ബൈ സൈഡ് ഉള്ള ഒരു വാലിഡ് PDRA ആണ്. കാര്യം എന്താണ്, LRL HRL റീട്രേസ്മെന്റ് ഡൗൺ, മിറ്റിഗേഷൻ, റീട്രേസ്മെന്റ്, ഓർഡർ ബ്ലോക്ക് ഡൗൺ. സോ ഇതുകൊണ്ട് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു വാലിഡ് PDRA ആയിട്ടാണ്. എന്തിന്, റീട്രേസ്മെന്റിന് വേണ്ടി മാത്രം. പക്ഷേ മാർക്കറ്റ് ഇവിടെ പ്ലേ ചെയ്തത് അത്യാവശ്യം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. സോ അത് നമുക്ക് ഇൻസൈഡ് നോക്കാം. സോ ഞാൻ ഈ ഒരു മേജർ ഏരിയ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുവാണ്. പിന്നെ നമ്മുടെ ഈ ഓവറോൾ മൂവ്. ഓക്കെ, അപ്പം ഞാൻ നേരെ 4 hourലേക്ക് പോവാണ്. 4 hourലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണേണ്ട ഏരിയാസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ഇവിടെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് ഈ ഒരു CB ആണ്. ഈ CB നിങ്ങൾ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യണം. ഓക്കെ, കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ CB പ്രൈസ് ക്രിയേറ്റ് ചെയ്തു, നമുക്ക് ഇത് റീട്രേസ്മെന്റ് ആണ്. HRLന് ഇതൊരു NFP ആണ്. NFPയിൽ പ്രൈസ് ഇത് റീട്രേസ് ചെയ്ത്, ഈ റീട്രേസ് എന്ന് പറയുന്നത് HRL ആണ്. HRL റീട്രേസ് കിട്ടി, പ്രൈസ് നല്ല രീതിയിൽ ബെയറിഷ് വരുന്നു, ഇവിടെ ലോ ബ്രേക്ക് ചെയ്തു, പ്രൈസ് ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മൂവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ലിറ്ററലി ഈ ഒരു മൂവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഈ മൂവിനെ നിങ്ങൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഇതൊരു HRL മൂവ് ആണ്. ലിറ്ററലി പറയുകയാണെങ്കിൽ ഇതൊരു HRL മൂവ് ആണ്. ഇതിന്റെ റീപ്രൈസ്മെന്റ് ഭയങ്കര ക്ലീൻ ആയിരുന്നു. ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടെ ഒരു CB ക്രിയേറ്റ് ചെയ്തു. ഇതിനെ ഞാനൊരു ഓപ്പൺ മിറ്റിഗേഷൻ ആയിട്ട് കൺസിഡർ ചെയ്ത് കാണും. ഇതൊരു ഓപ്പൺ മിറ്റിഗേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാപ്പ് റീക്ലെയിം ആവാൻ ചാൻസ് ഉണ്ടെന്നല്ല, അങ്ങനെയാണ്. സോ ഞാൻ ഇതിനെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്തു. ഈ ഓപ്പൺ മിറ്റിഗേറ്റ് ചെയ്ത ഏരിയനെ ഞാൻ ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. ഇത് ഈ സെയിം എല്ലാ ഡേയും ഞാൻ ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എനിക്ക് അറിയത്തില്ല. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് ബൈ സൈഡ് സ്വീപ്പ് ചെയ്തു, പ്രൈസ് ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റോളം മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ 1 hourലേക്ക് പോകാം. എന്നിട്ട് ഈ ഓരോ ഡേയിലും പ്രൈസ് എങ്ങനെയാണ് പ്ലേ ചെയ്ത് നോക്കാം. 1 hourലേക്ക് ഞാൻ പോകുന്നു. 1 hourൽ നമുക്ക് മേജർ ലിക്വിഡിറ്റി ആയിട്ട്, അതായത് ഈ ലോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഡെയിലിയുടെ LRL മിറ്റിഗേറ്റ് ചെയ്ത ഏരിയ ആണ്. സോ ഇത് പ്രൊട്ടക്ട് ചെയ്യണം. ഇതിനെ പ്രൈസ് ലോങ് ടൈം ലോ ആക്കി ഹോൾഡ് ചെയ്തിട്ട് പ്രൈസ് ഒരു ബുള്ളിഷ് പ്ലേ ചെയ്യണം. നമുക്ക് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ ഓർഡർ ബ്ലോക്ക് കൂടെ ഒന്ന് ഡെയിലി മാർക്ക് ചെയ്യുകയാണ്.
ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ അതൊന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ നേരെ 1 hourലേക്ക് പോകുന്നു. 1 hourലോട്ട് പോയിട്ട് ജസ്റ്റ് ഈ ഒരു ഏരിയ. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് ആ ലെവലിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. ഞാനിപ്പോൾ അത് കളയുന്നു. ഓക്കെ, ഒത്തിരി വരെയും കുറയും കുറേ ഡൗട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്നു. ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്നിട്ട് ഇവിടുന്ന് പ്രൈസ് റൺ ചെയ്യണം. നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത മാർക്കറ്റ് എവിടെയാണ്? ഇതാണ് മൺഡേ ഓപ്പൺ ചെയ്തിട്ട് പ്രൈസ് എങ്ങോട്ടേക്കാണ്? ഇതിനെ ഞാനൊരു ജൂദാ സ്വിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യും. കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് ഇതൊരു മാനിപ്പുലേഷനാണ്. ഓക്കെ, മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഈ മാനിപ്പുലേഷൻ ആണ്. കൺസിഡർ ചെയ്യണമെങ്കിൽ ഇത് ഏതെങ്കിലും എക്സ്റ്റേണൽ റേഞ്ച് അല്ലെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി സ്വീപ്പ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് റിയാക്ഷൻ തരണം. സോ ഇവിടെ നമുക്കുള്ളതെന്ന് പറയുന്നത് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്ന കൺസിഡറബിളി ഇതൊരു PDRA ആണ്. ഓക്കെ, ഇതൊരു കൺസിഡറബിളി ഒരു PDRA ആണ്. പ്രൈസ് അവിടെ മിറ്റിഗേറ്റ് ചെയ്തു. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിനകത്തൊരു ബിസിയും കൂടെ കാണാം. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ബിസിയും കൂടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ബിസിനെ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു. പ്രൈസ് നമുക്ക് റിയാക്ഷൻ തന്നു. സോ ഇതിനെ ഞാനൊരു നമ്മൾ ഹയർ ടൈം ഫ്രെയിം എന്താണ്? ഹയർ ടൈം ഫ്രെയിം കൂടെ കൺസിഡർ ചെയ്യണം. ഹയർ ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത് ക്ലീൻ ആണ്. പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു. ഇവിടുന്ന് റിയാക്ഷൻ, റീട്രേസ്മെന്റ് ടു BC ആൻഡ് ഓർഡർ ബ്ലോക്ക്. പ്രൈസ് ഇവിടുന്ന് റിയാക്ഷൻ തരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ലിക്വിഡിറ്റി ഏതായിരിക്കും? ഒബ്വിയസ്ലി നിങ്ങൾ നെക്സ്റ്റ് ടേം ഓഫ് ലിക്വിഡിറ്റി ഏതായിരിക്കും? ഒന്നെങ്കിൽ എക്സ്റ്റേണൽ ആയിരിക്കും. ഇവിടുത്തെ എക്സ്റ്റേണൽ ഏതാ? ഈ സ്വിംഗ് ആണ്. ഈ സ്വിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഞാൻ 4 hour നേരത്തെ പറഞ്ഞു. ഓപ്പൺ മിറ്റിഗേറ്റ് ചെയ്ത CBയുടെ ഓപ്പൺ ആണ്. അതായത് CBയുടെ ഓപ്പൺ മിറ്റിഗേറ്റ് ചെയ്ത ക്യാൻഡലിലെ ഹൈ ആണ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ്. ഓക്കെ, അതാണ് നമുക്കറിയാം. സോ ഇവിടുന്ന് എൻട്രി ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത്രയൊന്നും പ്രൈസ് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഒരിക്കലും സ്വിംഗ് ട്രേഡർ അല്ല. ഞാൻ ഇൻട്രാഡേയിൽ മാക്രോ ട്രേഡ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതൊരു 43 പിപ്പ് ഉണ്ട്. ഇതിന്റെ ഒരു 10-1 മതി ട്രേഡ് ചെയ്യുമ്പോൾ. ബിക്കോസ് അത് മനസ്സിലാക്കുക. അത് പ്രൈസ് ഡെലിവറി എങ്ങനെയാണ്, അതായത് ഇവിടെ എങ്ങനെ ഡെലിവറി ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ മാത്രം മതി. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇവിടെ ഇപ്പം പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു. പ്രൈസ് റൺ ചെയ്യുന്നു. ഇവിടെ നിന്ന് മിറ്റിഗേഷൻ കഴിഞ്ഞു. പ്രൈസ് റൺ ചെയ്യുന്നു. അടുത്ത സോർട്ട് ഓഫ് ലിക്വിഡിറ്റി ഞാൻ പറഞ്ഞു ഇതാണ്. ഇപ്പൊ ഈ കാണുന്നത് എന്താണ്? അപ്പം ഇത് ഒബ്വിയസ്ലി ഒരു മാനിപ്പുലേഷൻ ആണ്. എന്തുകൊണ്ട്? ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് റീസൺ ഉണ്ടോ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതെന്താണ്? ഇതൊരു LRL ആണ്. സോ LRLന്റെ റീട്രേസ്മെന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഇനി പ്രൈസ് ബെയറിഷ് വരാണെങ്കിൽ നമുക്ക് ഒരു റീട്രേസ്മെന്റ് വേണമല്ലോ. റീട്രേസ്മെന്റ് ഉണ്ടെങ്കിലല്ലേ മാർക്കറ്റ് നല്ല രീതിയിൽ എഫിഷ്യന്റ് ഡെലിവറി ചെയ്യത്തുള്ളൂ. സോ ഈ LRLന്റെ റീട്രേസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതാണ്? ഒബ്വിയസ്ലി ഈ ഒരു ഏരിയ. ഇവിടെ എന്തുണ്ട് നമുക്ക്? ഇവിടെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഞാൻ ഇതം കളയാണ്. ഞാൻ ആ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് മാത്രം മാർക്ക് ആവുക. ഓക്കെ, ഇതൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആണ്. പ്രൈസ് എന്ത് ചെയ്തു? മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ സോർട്ട് ഓഫ് ലിക്വിഡിറ്റി ഏതാണ്? നിങ്ങൾ ഇങ്ങനെ നോക്ക്. ഇതെന്താ? റിലേറ്റീവ് ഈക്വൽ ഹൈസ് ആണ്. സോ ഈ ഒരു ഏരിയ എനിക്ക് എഗെയിൻ വാലിഡ് ആവുകയാണ്. ഈ ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇത് നോർമൽ സെൻസിൽ ആൾക്കാർ ഇതിന് ഇൻഡ്യൂസ്മെന്റ് എന്ന് വിളിക്കും. പക്ഷേ ഞാൻ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ. ഇത് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, ഇത് സോർട്ട് ഓഫ് ലിക്വിഡിറ്റി ആണ്. പ്രൈസ് ലിക്വിഡേറ്റ് ഇവിടുന്ന് ഇനി അടുത്ത ലിക്വിഡേറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഹൈ ആണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സിബിയുടെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് ഉണ്ട്. ഓക്കെ, ഈ സിബിയുടെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് വാലിഡ് ആണ്. ബിക്കോസ് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഓപ്പൺ മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഒരു കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് മിറ്റിഗേഷൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഓപ്പൺ മിറ്റിഗേറ്റ് ചെയ്ത് അതിന്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. പ്രൈസ് അഗൈൻ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്നു. പിന്നെ ഈ ഒരു ഏരിയയിൽ മാനിപ്പുലേഷൻ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഓപ്പൺ മാനിപ്പുലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്ത പോലെ ഇവിടെ നിങ്ങൾക്ക് എന്ത് കൺസിഡർ ചെയ്യാം? പ്രൈസ് എന്താണ്? പ്രൈസ് ബെയറിഷ് ആണ്. അതായത് ലണ്ടനിൽ പ്രൈസ് ബെയറിഷ് ആണ്. ഈ ഒരു ക്യാൻഡിൽ നോക്കുക 3, ഈ ഒരു ക്യാൻഡിൽ നോക്കുക 2 ആൻഡ് ഈ ഡെലിവറി തുടങ്ങിയത് 3. സോ രണ്ടും സിൽവർ ബുള്ളറ്റിൻ ടൈമിലാണ്. സോ ഇതിനകത്ത് എൻട്രി വരുമ്പോൾ എനിക്ക് ഇവിടെ ബുള്ളിഷും ഇവിടെ ബെയറിഷും ആണ്. സോ ഇവിടെ ബുള്ളിഷ് എനിക്ക് എന്താണ്? റണ്ണിങ് ടുവേർഡ്സ് ലിക്വിഡിറ്റി. ഇതെന്താണ്? റണ്ണിങ് ടുവേർഡ്സ് OT ഓർ എനി PDR, എനി സോർട്ട് ഓഫ് PDR. അതായത് ബുള്ളിഷ്, ഇതൊരു ബുള്ളിഷ് ഡെലിവറി, ഇതൊരു ബെയറിഷ് മാനിപ്പുലേഷൻ ആണ്. ഓക്കെ, അതായത് അക്യുമുലേറ്റ് ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇവിടെയാണ് നമുക്ക് ഒരു മൺഡേയിൽ എന്താണ്? അക്യുമുലേറ്റീവ് ആണ്. എന്തിന്? നമുക്ക് പ്രൈസ് സ്വീപ്പ് ഔട്ട് ചെയ്യാനായിട്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈസ് അക്യുമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് നമുക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാണ്. ഓക്കെ, അത് കഴിഞ്ഞ് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഏത് നമ്മുടെ ഹയർ ടൈം ഫ്രെയിം PDRയിലേക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, അത് എപ്പോഴാണ്? അപ്പോൾ ഞാൻ അതിനകത്ത് മാനിപ്പുലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്താണ് ഈ സാധനം. ഇതൊരു മാനിപ്പുലേഷൻ ആണ്. ബിക്കോസ് നിങ്ങൾക്ക് അറിയാം പ്രൈസ് എന്ത് ചെയ്തേക്കുവാണ്? നമുക്ക് ഇതിന് റീട്രേസ്മെന്റ് ഉണ്ട്. ഇത് എന്ത് മൂവ് ആണ്? ഓവറോൾ എന്ത് മൂവ് ആണ്? എന്തുകൊണ്ട് ഞാൻ ഇതിനെടുത്തില്ല?
അത് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി റീട്രേസ്മെന്റ് വന്നിട്ട് പോയതാണ്. അപ്പൊ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള ഡീലിംഗ് റേഞ്ച് ഇതാണ്. സോ ഇതിൽ പ്രൈസ് റീട്രേസ് ചെയ്തേക്കുന്ന ലെവൽ ഇതാണ്. സോ ഇവിടെ നിന്ന് പ്രൈസ് ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് വരണം എന്നുള്ളതാണ് നമ്മുടെ മേജർ. അതായത് ഈ ഒരു LRL നോക്കുവാണെങ്കിൽ ഇതിനകത്ത് സോർട്ട് ഓഫ് PDRIs വേറെ ഒന്നുമില്ല, ഇംബാലൻസ് ഉണ്ട്, ഇത് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. അതായത് പ്രൈസ് ഇവിടുന്ന് റീട്രേസ്മെന്റ് വന്നത്, ഐ മീൻ ഈ ഒരു സംഭവം മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് അവിടെ മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. എനിക്ക് ഈ കഴിഞ്ഞ വീക്ക് പ്രൈസ് ഭയങ്കര ക്ലീൻ ആയിരുന്നു. എൻ്റെ വീക്കിലി ട്രേഡിംഗ് സമ്മറി ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. പിന്നെ അതേപോലെ തന്നെ ഈ വീക്കിൽ എടുത്ത ലിറ്ററലി ഞാൻ എടുത്ത എല്ലാ ട്രേഡും ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ലൈവായിട്ടും ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് പോയിട്ട് നോക്കുക. അതേപോലെ തന്നെ ഇവിടെ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റണ്ണ് മാനിപ്പുലേഷൻ നമുക്ക് കിട്ടിയത്. ഓക്കെ, മാനിപ്പുലേറ്റ് ചെയ്തു. ഇവിടെ ഇതാണ് നമ്മൾ ജൂദാ സ്വിംഗ് ആയിട്ട് കൺസിഡർ ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തു. ഇവിടെയുള്ള ബ്രേക്കർ മിറ്റിഗേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഇതിനകത്തൊരു യൂണിക്കോൺ മോഡൽ പ്രൈസ് പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ഈ CB പ്രൈസ് റീപ്രൈസ് ചെയ്തു, റണ്ണിങ് ടുവേർഡ്സ് അവർ ലിക്വിഡിറ്റി എന്താണ് ഇവിടെ ഹയർ ടൈം ഫ്രെയിം HRL എന്താണ് ഇവിടെ, സോറി LRL ഇവിടെ എന്തുണ്ട്, നമുക്കൊരു PDRI കൂടെ ഉണ്ട്. സോ ഓർഡർ ബ്ലോക്ക് കൊണ്ട് മിറ്റിഗേറ്റ് ചെയ്തു, പ്രൈസ് റൺ ചെയ്യുന്നത് ടുവേർഡ്സ് അവർ ലിക്വിഡിറ്റി. ഇനി വെനസ്ഡേ എന്താണ് പ്രൈസ് പ്ലേ ചെയ്തത്? വെനസ്ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് മുന്നേ ഉള്ള ഡീലിംഗ് റേഞ്ച് കൺസിഡർ ചെയ്യുക. നിങ്ങൾ ഡീലിംഗ് റേഞ്ച് കൺസിഡർ ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുക. അതായത് ഇതെന്താണ് അടുത്ത ഡീലിംഗ് റേഞ്ച്, നിങ്ങൾ ഇതെല്ലാം വിട്ടോളൂ, ഇവരെല്ലാം റീപ്രൈസ് ചെയ്ത് കഴിഞ്ഞു പ്രൈസ്. ഇനി അടുത്ത ഡീലിംഗ് റേഞ്ച് പറയുന്നത് ഈ ലോ തൊട്ട് ഹൈ വരെയാണ്. ഇവിടെ എന്താണ് പ്രൈസ് പ്ലേ ചെയ്തേക്കുന്നത്? ഈ ലോ തൊട്ട് ഹൈ വരെ എന്ന് പറയുമ്പോൾ ഞാൻ ഇത് HRL ആണ്, ഇതിനെ HRL ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ HRLന്റെ റീട്രേസ്മെന്റ് ലെവൽ നമുക്കറിയാലോ. അപ്പോൾ ഞാൻ അതാണ് കൺസിഡർ ചെയ്യുന്നത്. കൺസിഡറബിളി പ്രൈസ് റീട്രേസ്മെന്റ് ലെവൽ എന്ന് പറയുന്നത് എനിക്കിതാണ്. സോ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇനി സോർട്ട് ഓഫ് PDRI ആ ഒരു ഏരിയയിൽ ഉണ്ടോ എന്നുള്ളത്. ഒന്നിത് എനി സോർട്ട് ഓഫ് PDRI. ഇവിടെ എനിക്കൊരു ബിസി കാണാൻ പറ്റും, ഒരു ബിസി എനിക്ക് കാണാം. അതേപോലെ തന്നെ ഞാനൊരു ബുള്ളിഷ് ബ്രേക്കർ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യണം, ഇതിനെ ഒരു ബുള്ളിഷ് ബ്രേക്കർ ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിലെ പ്രൈസിന്റെ റിയാക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ഏരിയയിലെ പ്രൈസിന്റെ റിയാക്ഷൻ, ഈ ഒരു ഏരിയയിലെ പ്രൈസിന്റെ റിയാക്ഷൻ. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുവാണ് ഇനിയും പ്രൈസ് റൺ ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും, ഈ ഒരു ഏരിയയിൽ ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി ഉണ്ടോ, ഈ കാണുന്ന ഈ ഷോർട്ട് ടൈമിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബൈ സൈഡ് ലിക്വിഡിറ്റി, ഇതെന്താണ്, ഇതൊരു ലോങ് ടൈം ഹൈ ആയിട്ട് മാറുവാണ്. ഈ ഒരു ഏരിയയിൽ ഇത് ലോങ് ടൈം ഹൈ ആയിട്ട് മാറുവാണ്. ബിക്കോസ് എൻ്റെ നറേഷൻ അവിടെ കംപ്ലീറ്റ് ആയി, പ്രൈസ് വന്നു ഇനി പോവാണ്. ഓക്കെ, എങ്ങോട്ടേക്ക്? ഒന്നെങ്കിൽ ഇതിന്റെ ഈ റൺ ചെയ്തതിന്റെ LRLലേക്ക്, അല്ലെങ്കിൽ ഇനി സോർട്ട് ഓഫ് താഴെയുള്ള PDRIസിലേക്ക്. ബിക്കോസ് നമുക്ക് എന്താണ് വേണ്ടത്, ഓർഡർ ബ്ലോക്ക് ഇവിടെ ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തു, ഹയർ ടൈം ഫ്രെയിം ഗ്യാപ്പ് ഇവിടെ മിറ്റിഗേറ്റ് ചെയ്തു, ഇനിയും ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, ഇനിയും പ്രൈസ് റൺ ചെയ്യേണ്ടത് അനദർ ലിക്വിഡിറ്റിയിലേക്കാണ്. സോ എനിക്ക് സ്വീപ്പ് ചെയ്യേണ്ടത് ഈ ഹൈ മാത്രമായിരുന്നു. അപ്പൊ ഇവിടുന്ന് സ്വീപ്പ് ഔട്ട് ചെയ്തു. അപ്പൊ നമുക്ക് വെനസ്ഡേയിലെ മാനിപ്പുലേഷൻ മൂവായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. സോ ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതാണ് വെനസ്ഡേ മാനിപ്പുലേഷൻ. ഇവിടുന്ന് പ്രൈസ് റൺ ചെയ്യുന്നു, ഇവിടുത്തെ ലിക്വിഡിറ്റീസ് എല്ലാം ക്ലിയർ ഔട്ട് ചെയ്യുന്നു, പ്രൈസ് ആ ഒരു ഡേ കംപ്ലീറ്റ് ചെയ്യുന്നു. ഐ മീൻ നിങ്ങൾ നോക്കുക, സീ ദ ടൈം 3 നിങ്ങൾ ആ മേജർ മൂവ്സ് നടക്കുന്ന ടൈം നോക്കുക. ഇതിനെയാണ് ടൈം ആൻഡ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം ആൽഗോരിതമിക്കലി ഡെലിവർ ചെയ്യുന്ന സംഭവമാണ്. അല്ലാതെ ഇതൊരിക്കലും സപ്ലൈ സോണോ ഡിമാൻഡ് സോണോ അല്ലെ പാറ്റേണോ അതൊന്നും അല്ല. ലിറ്ററലി നിങ്ങളത് മനസ്സിലാക്കുക. ഒന്നിനെ ഒരു ട്രേഡിംഗ് മെത്തേഡിനെയും കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ അല്ല. നമ്മൾ ഇതിനെ സയന്റിഫിക് ആയിട്ട് അറിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഇതിന് ഇൻസൈഡിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് മറ്റുള്ളവർ ഇത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ ആ ഒരു ലെവൽ കാണാത്തപ്പോൾ ഒരു ഹെസിറ്റേഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, എനിവേ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ നമുക്ക് ഓപ്പൺ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ് ഔട്ട് ചെയ്തു, അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻസൈഡ് നിങ്ങൾക്ക് ഈ ഒരു വീക്കിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു, വെനസ്ഡേ പ്രൈസ് ഡെലിവർ ചെയ്തു. പിന്നെ നമ്മുടെ നോൺ ട്രേഡിംഗ് അവേഴ്സ് ആണ്, അവിടുന്ന് പ്രൈസ് നല്ല രീതിയിൽ തന്നെ ഇവിടുന്ന് ഓപ്പൺ ചെയ്തു. ട്യൂസ്ഡേയിൽ നമുക്ക് ട്യൂസ്ഡേയിൽ പ്രൈസ് ഓപ്പൺ ചെയ്ത് അടുത്ത ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, എനി സോർട്ട് ഓഫ് PDRI ഓർ എനി സോർട്ട് ഓഫ് ഹൈ ഓർ ലോ ഓർ എനി ഗ്യാപ്സ് CB ഓർ BC. നമുക്ക് എന്താണ് ഇവിടെ ഉള്ളത്, എനി സോർട്ട് ഓഫ് PDRIയുടെ കേസിൽ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഓൾറെഡി പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, ഇവിടെ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടുത്തെ ഓപ്പൺ മാനിപ്പുലേഷൻ ഏതാ കൺസിഡർ ചെയ്യുന്നത്, ഒബ്വിയസ്ലി ഈ ഒരു ഹൈനെയാണ്. ബിക്കോസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു, പ്രൈസ് റിയാക്ഷൻ ഉണ്ട്, അത് മിറ്റിഗേറ്റ് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്തു, എങ്ങോട്ടേക്ക്, എൻ്റെ സെയിം ഡയറക്ഷനിലേക്ക്. സോ ഞാൻ ഇവിടെ ഉറപ്പിക്കുവാണ് പ്രൈസ് ഇസ് ഗോയിങ് ടു ബി ബെയറിഷ്. സോ ഇതിന്റെ ഉള്ളിൽ എനിക്ക് ലണ്ടൻ മാക്രോയിൽ ട്രേഡ് ഇല്ലായിരുന്നു. എനിക്ക് ട്രേഡ് ഇല്ല, ലിറ്ററലി പ്രൈസ് ഒന്നും തന്നില്ല ഇതിനകത്ത്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു കണ്ടിന്യൂസ് ബെയറിഷ് ആയിരുന്നു, ഒരു 1 2 3 4 5 ഹവേഴ്സിലേക്ക്. പിന്നെ പ്രൈസ് റീട്രേസ് ചെയ്തു ഈ ഒരു ഗ്യാപ്പിലേക്ക്. ഇതൊരു HRL ആണ്, ഐ മീൻ ഇതൊരു HRL ആണ്, ഇതൊരു ക്ലീൻ റീട്രേസ്മെന്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഇത് നോക്കുക, ഈ ഒരു കാണുന്ന ഗ്യാപ്സ് എല്ലാം ബ്രേക്ക് അവേ ഗ്യാപ്സ് ആണ്, ഇതൊന്നും റീപ്രൈസ് ചെയ്യേണ്ട ആവശ്യമില്ല.
അതേപോലെ തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഒന്നും പ്രൈസ് റീപ്രൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് അവിടെ നിന്ന് പ്രൈസ് പിന്നെ ബെയറിഷ് വരുന്നു. ബെയറിഷ് ടുവേർഡ്സ് നമ്മുടെ ബെയറിഷ് ടുവേർഡ്സ് എങ്ങോട്ടേക്കായിരിക്കും? നേരെ ഇത് കുറച്ചുകൂടെ ചൂപ്പ് ചെയ്യാണ്ട് ഞാൻ നേരെ 4 ഹവറിലോട്ട് പോയി. ഡെയിലിയിലോട്ട് പോകുന്നില്ല, 4 ഹവറിലേക്ക് പോകുന്നു. 4 ഹവറിൽ ഞാൻ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത് ഇതൊരു HR അല്ല, LR ആണ്. സോ ഞാൻ പ്രൈസ് ഇനി എങ്ങോട്ടേക്ക് വരുമെന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇതിന്റെ LR ആണ്. LR ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു. ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ വാച്ച് ചെയ്യണം എന്നുള്ളത്. LR നമുക്ക് ഇതിനെ ഇങ്ങനെ കൺസിഡർ ചെയ്യാം, ബിക്കോസ് ഇത് 88 ഉണ്ടല്ലോ. സോ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ ഈ കാണുന്ന വിക്കിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റോടെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നേരെ ഞാൻ 1 ഹവറിലേക്ക് പോകുന്നു. ഒത്തിരി അങ്ങ് വരച്ചു കഴിഞ്ഞാലേ ചാർട്ട് ഒരുമാതിരി അലമ്പാവും. സോ ഈ ഒരു വിക്കിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് എല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതെന്താണ്? കൺസിഡറബിളി ഇതൊരു ഓർഡർ ബ്ലോക്കും കൂടാണ്. പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. മിറ്റിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴാണ് റിയാക്ഷൻ തരുന്നത്? ഇവിടുന്ന് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് HRL ഒട്ടിയാണ്, LRL ഒട്ടിയാണ് പ്രൈസ് വരുന്നു. അതിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റിൽ നിന്ന് പ്രൈസ് റിയാക്ഷൻ തരും. ഓക്കെ, റിയാക്ഷൻ തരുന്നു പറയുമ്പോൾ പ്രൈസ് ഇവിടുന്ന് ഓപ്പൺ ചെയ്തു. ഇവിടുത്തെ മാനിപ്പുലേഷൻ ഏതാണ്? ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്കറിയാം പ്രൈസ് എങ്ങോട്ടേക്കായിരിക്കും റൺ ചെയ്യേണ്ടത്. ഇവിടുന്ന് ഒരു ബൈ ഉണ്ട്. ഐ മീൻ ലിറ്ററലി ഇവിടുന്ന് ഒരു ബൈ ഉണ്ട്. ബിക്കോസ് നമ്മുടെ ഹയർ ടൈം ഫ്രെയിം BDRA പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു. ഞാൻ ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസിന് ബുള്ളിഷ് ആണോ? ബിക്കോസ് ഈ ലോ പ്രൈസ് സ്വീപ്പ് ഔട്ട് ചെയ്യണ്ട, എനിക്ക് ലോങ് ടൈം ലോ ആണ്. പ്രൈസ് വന്നു, റീട്രേസ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് ഇവിടുന്ന് ബുള്ളിഷ്. സോ ഇതിനകത്ത് ഒരു എൻട്രീസ് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ലിറ്ററലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് സിൽവർ, അതായത് ഇന്നലെ മാക്രോ ട്രേഡ് ചെയ്യാനായിട്ട് വന്നിരുന്ന സമയത്ത് ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഗ്യാപ്പ് പ്രൈസ് ഇൻവേർട്ട് ചെയ്ത് എപ്പോഴാണ് 2-ന്. സോ ഇതിനെ ഞാൻ ഇൻവേർഷൻ ആയിട്ട് കൺസിഡർ ചെയ്തു. നമ്മുടെ ട്രേഡിംഗ് റൂൾ പോലെ എനി റിവേഴ്സലിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എനി സോർട്ട് ഓഫ് ഇൻവാലിഡേഷൻ ഓഫ് BDRA ഓർ ലിക്വിഡിറ്റി മിറ്റിഗേഷൻ. സോ ഇവിടെ ലിക്വിഡിറ്റി മിറ്റിഗേറ്റ് ചെയ്തതെന്ന് പറയുന്നത് ഈ സ്വിങ്ങിന്റെ ഹൈ ആണ്. അതേപോലെ തന്നെ 1 അവർ ഒരു ഓർഡർ ബ്ലോക്കിനെ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഈ 1 അവറിന്റെ ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്യുമ്പോൾ എഗെയിൻ എനിക്ക് ഒരു ബെയറിഷ് കൺഫേം ചെയ്യാനുള്ള എൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ദ മിറ്റിഗേഷൻ ഓൺ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് ഓഫ് ദിസ് ഓർഡർ ബ്ലോക്ക്, ദ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആൻഡ് ഡിസ്പ്ലേസിംഗ് ബിലോ ദിസ് ഗ്യാപ്പ്. ഇതാണ് എന്നെ മെയിൻലി ഇന്നലെ ബെയറിഷ് ആണെന്നുള്ളത് ഉറപ്പിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ 1 മിനിറ്റ് പോയിട്ട് ഇതിനകത്ത് ഒരു എൻട്രി എടുത്തത്. 1 മിനിറ്റ് ആ ഒരു ഏരിയയിലേക്ക് ഞാൻ പോവാണ്. അപ്പം ഞാൻ 3 അല്ലെങ്കിൽ നമ്മുടെ മാക്രോ ടൈമിലേക്ക് പോവാണ്. ഞാൻ ഇത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ, എടുത്ത് പോയി നോക്കുക. ഓക്കെ, ഞാൻ എടുത്ത ട്രേഡ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെടുത്ത് നോക്കണം. 225 നമ്മൾ 45 ട്രേഡ് എടുക്കുന്നത്, സോറി 50 എന്ന് മാർക്ക് ഔട്ട് ചെയ്യാണ്. സോ നമുക്ക് നോക്കാം അവിടെ എന്താണ് പ്രൈസ് പ്ലേ ചെയ്തിരിക്കുന്നത്. സോറി, ഓക്കെ. അപ്പോൾ പ്രൈസ് ഇവിടെ മിറ്റിഗേറ്റ് ചെയ്തു. ഐ മീൻ ഇത് നമ്മുടെ ഇതെന്താണ്? നമ്മുടെ ഓർഡർ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. 1 അവറിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. ഇത് ഇൻവേർട്ട് ചെയ്തേക്കാണ്. പക്ഷെ ഇത് മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നമുക്കൊരു ഇൻവാലിഡേഷൻ കിട്ടിയിട്ടുണ്ട്. ഇൻവാലിഡേഷൻ കിട്ടിയിട്ട് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി എനിക്കൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി മിറ്റിഗേറ്റ് ചെയ്ത് ക്ലീൻ ഡെലിവറി ആണ്. അപ്പം ഞാൻ ഡയറക്റ്റ് ഇവിടെ എൻട്രി എടുക്കാതെ, ഞാനിവിടെ ഡയറക്റ്റ് എൻട്രി എടുക്കാതെ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്തൊരു കാണിച്ചു തരാം എക്സിക്യൂഷൻ. ഇവിടെ ഡയറക്റ്റ് ഞാൻ എൻട്രി എടുക്കാതെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് ഇൻവേർട്ട് ചെയ്തു, തിരിച്ച് മാർക്കറ്റ് വന്നു. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്യാപ്പ് ആണ്. അതായത് നമ്മുടെ മാക്രോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു? ഷോർട്ട് ചെയ്തു. ഓക്കെ, വെയിറ്റ് ഷോർട്ട് ചെയ്തു. ഇവിടെ നിന്ന് ഞാൻ പ്രോഫിറ്റ് കളക്ട് ചെയ്തു. അത് കഴിഞ്ഞ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ലണ്ടൻ മാക്രോയിലുള്ള, അതായത് ലണ്ടൻ ക്ലോസിംഗ് മാക്രോയിലുള്ള ട്രേഡാണിത്. ഈ ഒരു ട്രേഡിന്റെ മെയിൻ ഉദ്ദേശം ഞാൻ നേരെ ഹയർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത്, ഈ ഒരു മിറ്റിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു ക്രൂഷ്യൽ സ്റ്റേജ് ഓഫ് ഡെലിവറിയിലാണ്. നമ്മൾ നിൽക്കുന്നത് LRL ഒട്ടിയിലാണ് ഡെയിലിയിൽ. അപ്പം പ്രൈസ് എവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്? അതിന്റെ ഏകദേശം ഇൻസൈഡ് ഉള്ള BDRAs ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. പ്രൈസ് എപ്പോഴാണ് മിറ്റിഗേറ്റ് ചെയ്തത്? 3:30. പ്രൈസ് റൺ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ട്രേഡിംഗ് എപ്പോഴാണ്? നമ്മളൊരു 3:50 കഴിഞ്ഞിട്ടാണ് നോക്കുന്നത്. സോ 3:50 കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിൽ എൻട്രി ചെയ്യാതിരിക്കാൻ നോക്കുക മാക്സിമം. സോ പ്രൈസ് എന്ത് ചെയ്തു? ഹൈ ബ്രേക്ക് ചെയ്യുന്നു, ഇൻവേർട്ട് ചെയ്യുന്നു, കൺഫർമേഷൻ ഓഫ് ഇൻവാലിഡേഷൻ ഓഫ് BDRA, പ്രൈസ് റീട്രേസ് ചെയ്യുന്നു, ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നു, നെക്സ്റ്റ് ക്യാൻഡിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന എബവ്. സോ എൻ്റെ സ്റ്റോപ്പ് ലോസ് ക്ലീൻ ആയിട്ട് ഇവിടെ വെക്കാം. അല്ലെങ്കിൽ ഈ ഒരു മൂവിന്റെ ഈ ഒരു കാണുന്ന ഇൻവേർഷന്റെ താഴെ നിങ്ങൾക്ക് എസ് എൽ വെക്കാം. ഇത് ഇച്ചിരി ടൈറ്റ് SL ആണ്. ഞാൻ ഇവിടാണ് വെച്ചത്. ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ എടുത്ത് നോക്കുക. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഞാൻ ഈ ഒരു ഗ്യാപ്പിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് ആണ് TP ആയിട്ട് കൺസിഡർ ചെയ്തത്.
ബിക്കോസ് അത് തന്നെ 1:2 ഉണ്ടായിരുന്നു. 1:2 കൂടുതൽ ബുക്ക് ചെയ്യണ്ട. ബിക്കോസ് അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിന്റെ ഗ്യാപ്പിലുള്ള റിയാക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റിലുള്ള. സോ അതായിരുന്നു ഞാൻ ഇന്നലത്തെ ഒറ്റ ദിവസത്തെ ട്രേഡ് മാത്രമേ ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ട്രേഡ് എടുക്കുന്നത്. സോ എക്സിക്യൂഷൻസ് ഞാൻ ഡിസേബിൾ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇതൊരുമാതിരി. ഓക്കെ, അപ്പം ഇതാണ് കഴിഞ്ഞ വീക്കിൽ പ്രൈസ് പ്ലേ ചെയ്തു. ലിറ്ററലി ചോദിക്കുവാണെങ്കിൽ ഇത് റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇതിനകത്ത് നല്ല നല്ല എൻട്രീസ് ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീക്കിലെ റിവ്യൂ എടുത്തത് തന്നെ ഇത് നല്ല ക്ലീൻ ഡെലിവറി ആയിരുന്നു കഴിഞ്ഞ വീക്ക്. എനിക്ക് കാണേണ്ട എന്താണോ അല്ലെ എൻ്റെ നറേഷൻ പക്കയായിട്ട് പ്രൈസ് പ്ലേ ചെയ്തു. ഞാൻ ഡെയിലിയിലോട്ട് അഗൈൻ പോവാണ്. നമ്മൾ ഈ മാർക്ക് ചെയ്ത സംഭവങ്ങളെല്ലാം ഇതിനകത്തുള്ളിൽ നടന്ന സംഭവങ്ങളാണ്, മാക്രോയിൽ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പം നമ്മൾ മേജർ ഏരിയ ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ പ്രൈസ് എന്ത് ചെയ്ത് സ്വീപ്പ് ഔട്ട് ചെയ്യണ്ട, ഇത് റീട്രേസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ വീക്കിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റിന് താഴെ പ്രൈസ് ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്ന് കൺസിഡർ ചെയ്യാം. അടുത്ത ബൈസൈഡ് ലിക്വിഡിറ്റി ആയിട്ടുള്ള വെസ്റ്റേൺ റേഞ്ച് ലിക്വിഡിറ്റി ഇതിനെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ സ്വിംഗ് ഹൈനെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ സ്വീപ്പ് ഔട്ട് ദ ലിക്വിഡിറ്റി കൺസിഡർ ചെയ്യാം. ഇനി നേരെ നമുക്ക് ഈ നറേഷൻ നേരെ GBP-ലോട്ടോ അല്ലെങ്കിൽ DXY-ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ എല്ലാം റിലേ ചെയ്യുന്നുണ്ടോ നോക്കാം. ഇതിനെ എല്ലാം കൺസിഡർ ചെയ്യാൻ നമുക്ക് ഇന്നലെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തു. ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ഓർഡർ ബ്ലോക്കിന് കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. സോ പ്രൈസ് എനിക്ക് ഇവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. സോ പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷ് ആണെങ്കിൽ, ഐ മീൻ എനിക്ക് ഇവിടെ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഏരിയ, അതായത് ഇതിന് മേലെ പ്രൈസ് ക്ലോസ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഇതിന്റെ മേലെ ഓൾറെഡി പ്രൈസ് ക്ലോസ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കട്ടെ, ഓക്കെ, ഓൾറെഡി ക്ലോസ് ചെയ്തു. അടുത്ത ഞാൻ കൺസിഡർ ചെയ്യുന്നത് 88 ആണ്. ഇതിന് മേലെ പ്രൈസ് പോകണേ ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് കൺസിഡർ ചെയ്തുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ മെയിൻ വീക്ക്ലി ഡെയിലി റേഞ്ച് ആയിട്ടുള്ള ഈ ലോ പ്രൈസ് സ്വീപ്പ് ഔട്ട് പ്രൈസ് റൺ ചെയ്യുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും, അല്ലെങ്കിൽ ഈ കാണുന്ന സ്വിങ്ങറിലായിരിക്കും. സോ ഇത് സ്വീപ്പ് ഔട്ട് ചെയ്യുവാണെങ്കിൽ, ഇതിന്റെ താഴെ പ്രൈസ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ഗോയിങ് ഫോർ ദിസ് ലോ, ബിക്കോസ് നെക്സ്റ്റ് റേഞ്ച് ഓഫ് ലിക്വിഡിറ്റി, ഡ്രോൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഇങ്ങനെയാണ് ഞാൻ മാർക്കറ്റിന് റെഡി ചെയ്തത്. സോ കഴിഞ്ഞ വീക്കിൽ നല്ല നല്ല ട്രേഡ്സ്, ലിറ്ററലി തിങ്കളാഴ്ച നമ്മൾ ട്രേഡ് ചെയ്തില്ല, നിങ്ങൾ കണ്ടു. തിങ്കളാഴ്ച ഞാൻ ഇടില്ലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ട്രേഡ് ചെയ്തു. ചൊവ്വാഴ്ചത്തെ എല്ലാം 1:2, നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈവൻ ഇത്ര നല്ല മാർക്കറ്റ് കണ്ടീഷൻ പോലും 1:2 എബോവ് ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. ലിറ്ററലി നിങ്ങൾ ഈ 1:10, 1:5 ഒക്കെ, അല്ലെ 1:3 തന്നെ വേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങളുടെ വിന്നിംഗ് സ്ട്രീക്ക് കൂട്ടാനായിട്ട് 1:1 അല്ലെ 1:2 നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. സോ എനിവേ, നെക്സ്റ്റ് വീക്കിൽ നിങ്ങളുടെ വീക്ക്ലി അനാലിസിസ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാം. ഓൾ ദി ബെസ്റ്റ്, കീപ് ട്രേഡിങ്. ഓക്കെ, കീപ് ലേണിംഗ് ആൾസോ. പിന്നെ ഞാൻ പറഞ്ഞ വർക്ക് എല്ലാം വീക്ക്ലി അനാലിസിസും അതേപോലെ വീക്ക്ലി സമ്മറിയും ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.